ാണ് ഒരു 4000 കുട്ടികൾ പഠിക്കുന്ന വ്യത്യസ്ത ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. ഒരു പൈസ കോഴ വാങ്ങാതെ അവിടുത്തെ എയ്ഡഡ് കോളേജിലും എയ്ഡഡ് സ്കൂളിലൊക്കെ നിയമനം നടക്കുന്നത്. അത്ര സുതാര്യമായി നല്ല റാങ്ക് സ്ഥിരമായി വാങ്ങുന്ന യൂണിവേഴ്സിറ്റി റാങ്ക് വാങ്ങുന്ന ഒരു വളരെ മെച്ചപ്പെട്ട ഉയർന്ന സ്ഥാപനമാണ്. ഈ സംഭവത്തെക്കുറിച്ച് ആ സമയം വരുമ്പോൾ പ്രതികരിക്കാം. ഈ തങ്ങളെക്കുറിച്ച് CPM ചാരന്മാര് പാലക്കാട് തങ്ങളെ എതിർക്കുന്നവര് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ ആരോപണങ്ങളല്ലേ? അന്ന് തിരിച്ചു പറഞ്ഞിരുന്നല്ലോ. അതല്ല ഒരു വിലയിരുത്തൽ ആണോ ഇനി പരസ്യ വിമർശനങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ്? പരസ്യവിമർശനം നേരത്തെ ഉണ്ടല്ലോ. പരസ്യവിമർശനങ്ങൾ സംഘടനാപരമായ പ്രതികരണങ്ങൾ വരുമ്പോൾ നമ്മൾ ഓരോ വിഷയത്തിൽ പ്രതികരിക്കുമല്ലോ. അപ്പൊ ചില കാര്യങ്ങൾ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അത് സ്വാഭാവികമുള്ള വിഷയങ്ങൾ. അത്തരം കാര്യങ്ങൾ ക്ലിയറിക്കുന്നല്ലാതെ ഒരിക്കലും പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അപ്പോൾ വ്യക്തിപരമായി ഒരു കടന്നാക്രമണം നടത്തിയത് അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ പറഞ്ഞു അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ ഒരു പാർട്ടിക്കെതിരെ നമ്മൾ പ്രതികരിക്കാറില്ല. എന്തെങ്കിലും മതപരമായ CPM അടുത്ത് വരുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കും. കോൺഗ്രസിന്റെ ചില ആളുകൾ പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കും. മുസ്ലിം ലീഗിന്റെ ഈ നേതാക്കന്മാർ പൊതുവെ യൂത്ത് ലീഗ് MSFന്റെ നേതാക്കന്മാർ വരാറില്ല ഇടയ്ക്കിടയ്ക്ക്. അപ്പം അതിന്റെ സത്യസ്ഥിതി പ്രതികരിക്കും എന്നല്ലാതെ പൊതുവെ അല്ലല്ലോ വിമർശനങ്ങൾ. അത് വെടിനിർത്തേണ്ട ഒരു ആവശ്യമില്ല. നിലവിലുള്ള അവസ്ഥ മതി. പണം ഞങ്ങൾ തരും. തങ്ങൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ തെളിയിക്കാൻ കഴിയുന്ന വലിയ സന്തോഷം നിങ്ങൾക്ക്. മൊത്തത്തില് ഈ ഒരു പ്രശ്നങ്ങൾ സംസ്ഥയ്ക്ക് ഒരു നാണക്കേട് ഉണ്ടാക്കുന്നത് ഏത് പ്രശ്നങ്ങൾ? സമൂഹത്തിലെ സമസ്തയ്ക്ക് നാണക്കേടായി പരസ്പരമുള്ള അതിപ്പോ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊരു സംഘടനക്കും പ്രയാസം ഉണ്ടാക്കുന്നതാണല്ലോ. പക്ഷെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇത്ര വിപുലമായ സംവിധാനവും സൗകര്യമുള്ള 11,000-ഓളം മദ്രസകൾ തന്നെ സമസ്തയുടെ കീഴിലുണ്ട്. വലിയ ജനപിന്തുണയുള്ള സംഘടനയാണ്. ഇപ്പൊ ഈ കേരളത്തിനകത്ത് മാത്രമല്ല, ശരിക്ക് ലക്ഷദ്വീപ് 99% മുസ്ലിങ്ങളാണ്. അവിടെ മൊത്തം സമസ്തന്റെ ആളുകളാണ്. ശരാശരി ചെറിയൊരു വിഭാഗം AP വിഭാഗമുള്ളൂ. തെക്കൻ കർണാടകയിൽ മൊത്തം സമസ്തന്റെ ആളുകളാണ് മുസ്ലിങ്ങൾ. അന്തമാൻ നിക്കോബർ ദ്വീപ് മൊത്തം സമസ്തന്റെ ആളുകളാണ്. അപ്പോൾ സമസ്ത വിപുലമായ സംഘടനാ സംവിധാനമാണ്. ഇങ്ങനെ ചില്ലറ അഭിപ്രായ വ്യത്യാസം ഒന്നുകൊണ്ട് സംഘടനയ്ക്ക് വലിയ ഡാമേജ് ഒന്നും വരില്ല. അത് തെറ്റിദ്ധാരകൾ ക്ലിയർ പോയാൽ സുഖസുന്ദരമായി മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് 100ാം വാർഷികം വളരെ ആവേശത്തോട് വരാൻ പോകണം. അവസാനിപ്പിക്കല്ലേ? ഓക്കെ, താങ്ക്സ്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.